ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ആനുകാലിക വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചവർ. ഉത്തരം ഡാനിയൽ ബാരൻബോയി, അലി അബു അംബാദ്. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ഡാനിയൽ ബാരൻബോയിക്കും അലി അബു അംബാദിക്കും 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചത്. 33ാമത്തെ വ്യാസ് സമ്മാൻ പുരസ്കാരം 2023 ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി ആര്? ഉത്തരം പുഷ്പഭാരതി. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ടിന്റെ പേരെന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ടിന്റെ പേര്? ഉത്തരം ബറാക്കുഡ. കൊച്ചി ആസ്ഥാനമായ മറൈൻ ടെക് കമ്പനി നവാൾട്ട് ആണ് ബറാക്കുഡ ബോട്ട് നിർമ്മിച്ചത്. പ്രശസ്ത കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. 2023 ദേശീയ ഊർജ കാര്യക്ഷമത പുരസ്കാരം നേടിയ സംസ്ഥാനം? ഉത്തരം കേരളം. മലയാളികളുടെ സ്വന്തം ഫുഡ് ഡെലിവറി ആപ്പായ ലൈലോക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ആര്? ഉത്തരം ജോയ്സ് സെബാസ്റ്റ്യൻ. USA, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് എവിടെയാണ്? US, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉച്ചകോടി നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഡൽഹി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരുവാൻ ഒരുങ്ങുന്ന യൂണിയൻ? ഉത്തരം യൂറോപ്യൻ യൂണിയൻ. 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വരുന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വരുന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്രിക്കറ്റ്. അന്താരാഷ്ട്ര പർവ്വത ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 11. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര്? ഉത്തരം ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി എന്നാണ്? ഉത്തരം 2023 ഡിസംബർ 11. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി? ബ്രസൽസ്. ബെൽജിയത്തിന്റെ തലസ്ഥാനമാണ് ബ്രസൽസ്. ബ്രസൽസിൽ വെച്ചാണ് പ്രഥമ ആണവോർജ ഉച്ചകോടി നടക്കുന്നത്. സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതി? സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഇ ഹെൽത്ത്. ഒരു പൗരൻ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണ് ഇ ഹെൽത്ത്. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിന്റെ പേരെന്താണ്? ഉത്തരം ഇരുമ്പഴിക്കുള്ളിൽ. ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് VA കേശവൻ നായർ. കേംബ്രിഡ്ജ് ഡിക്ഷണറി 2023 വാക്കായി തിരഞ്ഞെടുത്തത്? ഉത്തരം ഹലൂസിനേറ്റ്. 67 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഉത്തരം 7. ദുബായിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ COP28 കാലാവസ്ഥാ ഉച്ചകോടിയിലാണ് ഈ പട്ടിക പുറത്തുവിട്ടത്. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ? ഉത്തരം ക്യാപ്റ്റൻ
ശിവ ചൗഹാൻ. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ. ഉത്തരം ക്യാപ്റ്റൻ ഗീതിക കൗൾ. സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ, അതായത് യുദ്ധഭൂമിയിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ. ഉത്തരം ഫാത്തിമ വാസി. സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട രണ്ടാമത്തെ വനിതാ മെഡിക്കൽ ഓഫീസറും ക്യാപ്റ്റൻ ഫാത്തിമ വാസിയും ആണ്. ബംഗളൂരിൽ നടന്ന ലോക ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ്ബ്. ഉത്തരം സർ സിക്കോമ പെറൂജിയ. ബ്രസീലിയൻ ക്ലബ്ബായ ഇതാംബെ മിനാസിനെയാണ് ഇറ്റാലിയൻ ക്ലബ്ബായ സർ സിക്കോമ പെറൂജിയ പരാജയപ്പെടുത്തിയത്. 2024 ജനുവരിയിൽ രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏത്? 2024 ജനുവരിയിൽ രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 2024 ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യം. ഉത്തരം കെനിയ. 2023 ഡിസംബറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഛത്തീസ്ഗഡിന്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിഷ്ണു ദേവ് സായി. മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻ യാദവ്. രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഭജൻലാൽ ശർമ്മ. തെലുങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രേവന്ത് റെഡ്ഡി. മിസോറാമിന്റെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലാൽദു ഹോമ എന്നിവരാണ് ഡിസംബറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. കടൽത്തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത്. കടൽത്തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് ഏത്? ഉത്തരം കടലുണ്ടി പഞ്ചായത്ത്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയെക്കുറിച്ച് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം എഴുതിയതാര്? ഉത്തരം ശർമിഷ്ഠ മുഖർജി. പ്രണബ് മുഖർജിയുടെ മകളായ ശർമിഷ്ഠ മുഖർജിയാണ് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം എഴുതിയത്. ഗൂഗിൾ 2023 ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 25 വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റർ ആര്? ഉത്തരം വിരാട് കോഹ്ലി. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 10. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി എന്നതാണ് 2023 ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. അടുത്തിടെ സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഡാർജിലിംഗ്. വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലാണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 14. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച മേഘാലയയിലെ മഞ്ഞളിന്റെ പേരെന്താണ്? 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച മേഘാലയയിലെ മഞ്ഞളിന്റെ പേര്? ഉത്തരം ലഗടോങ് മഞ്ഞൾ.